ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ആ വാക്കുകൾക്കെല്ലാം ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കുകളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ, ഖണ്ഡിക്കാൻ. നിങ്ങളുടെ ഇന്ന് ഒരുപക്ഷെ അനുഗ്രഹം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ നാളുകളെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, അനുഗ്രഹപ്രദമായ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കുക. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കേൾക്കാനിടയായി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് ഞാൻ ഇല്ലാതായാൽ ശ്രുതി അനാഥയാകുമോ എന്ന ഭയമുണ്ട്, എന്ന ഭയമാണെന്ന്. അതിനുശേഷം കണ്ടത് ഒരു വാഹനാപകടത്തിൻ്റെ ക്ലിപ്പിങ്ങും ആ ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ള ഒരു വാർത്തയുമാണ് കേട്ടത്. കേരളം മുഴുവൻ വളരെ സങ്കടപ്പെട്ട ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും നല്ല അവസ്ഥയിൽ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിൽ ഇരുന്നപ്പോൾ ആ യുവാവിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകളാണ്. മീഡിയയ്ക്ക് കൊടുത്ത ആ ഒരു വാക്കുകളാണ്. നമ്മൾ മലയാളത്തിൽ പറയും അറം പറ്റുന്ന വാക്കുകളെന്ന്. ഈ ഒരു ട്രാജിക് ഇൻസിഡൻറ്റിനെ ദൈവത്തിൻ്റെ വിധിയെന്നോ അനുഭവമെന്നോ ദൈവത്തിൻ്റെ ഇഷ്ടമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ബൈബിളിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് നോക്കുക. സദൃശവാക്യം 18:21. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. Proverbs 18:21. Death and life are in the power of tongue, and those who love it will eat its ഫ്രൂട്ട്സ്. ഈ വാക്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യഹോവ ശലോമോനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ഈ ഒരു വാക്യത്തിൽ കൂടി യഹോവ പറയാൻ ആഗ്രഹിച്ചത് വാക്കുകളുടെ അവിശ്വസനീയമായ ശക്തിയാണ്. പല കാര്യങ്ങൾക്കും ജീവൻ നൽകാനും മരണത്തിലേക്ക് എത്തിക്കാനും. മരണമെന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്ത് മാത്രമല്ല, ജീവിതത്തിലെ പല തലങ്ങളിലും ജീവനില്ലാത്ത പല അവസ്ഥകളിലേക്കും നയിക്കാൻ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകളുടെ ഫലം നമ്മൾ അനുഭവിക്കുമെന്നതാണ്. ഇത് പരദൂഷണം പറയുക, ദോഷം പറയുക, കള്ളം പറയുക എന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ ഭവനങ്ങളെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. തികച്ചും യാദൃശികമായിട്ട് എൻ്റെ കഴിഞ്ഞ മെസ്സേജിൻ്റെ തലക്കെട്ടായിരുന്നു നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ് പോകുന്നത് എന്ന്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ എന്താണ് ഓരോ ദിവസവും പറയുന്നത്. ദണ്ണം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ആകുലത വരുമ്പോൾ പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു അനുഭവദോഷിയാണ്, എൻ്റെ വീട് ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, ഇവൻ ഒരിക്കലും മാറത്തില്ല, ഞാനൊരു കടക്കാരനാണ്, ഞാൻ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും, രോഗം എന്നെ വിട്ട് മാറത്തില്ല. പലതരത്തിലുള്ള വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ വാക്കുകൾക്ക് ശബ്ദം കൊടുക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആവർത്തിച്ച് പറയുന്ന ഇത്തരം വാക്കുകൾ അവ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിച്ചെടുക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാത്രമല്ല, നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾക്കും ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മുതൽ ഇത്തരം വാക്കുകൾക്ക് ശബ്ദം കൊടുക്കാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ അവസ്ഥകൾ, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ശബ്ദം കൊടുക്കാൻ നിങ്ങൾക്ക് പ്രേരണ നൽകുന്നതായിരിക്കും. പക്ഷേ ആ തൊണ്ടക്കുഴിയിൽ വെച്ച് തന്നെ ആ വാക്കുകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ആ വാക്കുകൾക്ക് ശബ്ദം കൊടുത്ത് അവ ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും സൃഷ്ടിച്ചെടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് അനുഗ്രഹങ്ങൾ മാത്രം നിങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ആ വാക്കുകൾക്കെല്ലാം ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കുകളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ, ഖണ്ഡിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഐ കമാൻഡ് യു ഓൾ ദ ബാഡ് വേർഡ്സ്, യു ആർ ഡെഡ് ഫ്രം നൗ ഓൺവേർഡ്സ് എന്ന് പറയുക. യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കുകളുടെയൊക്കെ ശക്തിയെ നിങ്ങൾ ഖണ്ഡിക്കുക. ബന്ധനങ്ങളും ചങ്ങലകളും കെട്ടുകളും അഴിക്കപ്പെടാൻ ശക്തിയുള്ള യേശുവിൻ്റെ നാമം നിങ്ങൾ ഉപയോഗിക്കുക. മറക്കാതെ ചെയ്യുക. ഇനി മുതൽ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കുക. അനുഗ്രഹപ്രദമായ വാക്കുകൾ മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ വായിൽ നിന്നും വരുന്നത്. നിങ്ങളുടെ ഇന്ന് ഒരുപക്ഷെ അനുഗ്രഹം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ നാളുകളെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, അനുഗ്രഹപ്രദമായ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കുക. Fall in love with Jesus and fall in love with the word of God.